കുട്ടികൾ അച്ഛനും അമ്മയായിട്ട് കളിച്ചോണ്ടിരുന്ന സമയം ഇന്നിപ്പോ ഇല്ല. എങ്ങനെയാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണേ? ഫോൺ കാണിച്ച്. സ്വാഭാവികമായിട്ടും ഫോണിലേക്ക് അഡിക്റ്റുകളാണ്. കരയാതിരിക്കാൻ വേണ്ടി ഫോണെടുത്ത് നമ്മൾ കൈ കൊടുക്കുന്നു. അതിന്റെ കൂടെ ഇരുന്ന് കളിക്കുക എന്നുള്ള. ട്രെയിനിൽ നോക്കിയാൽ അറിയാം, അച്ഛനും അമ്മയും മൊബൈലിൽ തൊണ്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും, കൊച്ചിന്റെ കയ്യിൽ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ട്രെയിനിൽ മുഴുവൻ സമയം ആ കൊച്ചു അതാണ് കളിച്ചോണ്ടിരിക്കണേ. ഈ അച്ഛനും അമ്മയും കുഞ്ഞിനോട് സംസാരിക്കുന്ന പോലും ഇല്ല. ആ കൊച്ചു വളർന്ന് വലുതാവുമ്പോൾ അവൻ വേറെ ആരോടെങ്കിലും സംസാരിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റണേ? ട്രെയിനിൽ അച്ഛനും അമ്മയും കൊച്ചും കൂടെ ഒന്നിച്ച് പോകുമ്പോഴത്തെ കാര്യമാണ് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാര്യം. ആ സമയത്ത് ഇവർക്ക് 3 പേർക്കും കൂടെ എന്തെല്ലാം കളികൾ കളിക്കാം, കൊച്ചിനെ ഒന്ന് എൻഗേജ്ഡ് ആക്കി വെക്കാം. വീട്ടിലും അതെ, പകലും മുഴുവൻ ജോലി ചെയ്തിട്ടായിരിക്കും ഹസ്ബൻഡും വൈഫും വീട്ടിലോട്ട് വരുന്നത്. കൊച്ചിനെ ഏതെങ്കിലും ഡേ കെയറിലായിരിക്കും, അല്ലെങ്കിൽ സ്കൂളിലായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ ഒരായായിരിക്കും നോക്കുന്നത്. കൊച്ച് വെയിറ്റ് ചെയ്യായിരിക്കും അച്ഛനും അമ്മയും വരാൻ വേണ്ടിയിട്ട്. കൊച്ച് എന്തൊക്കെ തരം സ്ട്രെസ്സിൽ കൂടെ ആയിരിക്കും ആ ദിവസം കടന്നു പോയിട്ടുണ്ടാവുക എന്ന് നമുക്കറിയില്ല. അതെല്ലാം ഒന്ന് പറയാനായിട്ട് കൊച്ച് വെയിറ്റ് ചെയ്യായിരിക്കും. അപ്പൊ അച്ഛനും അമ്മയും വരുന്നു, അവരുടേതായ തിരക്കിലേക്ക് വരുന്നു, എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊച്ചിന്റെ വായിൽ തള്ളിക്കയറ്റി കൊടുക്കുന്നു. കൊച്ചത് കഴിച്ചില്ല എന്നിരിക്കുന്നു. എന്താ പഠിക്കാത്തതെന്ന് മാർക്ക് കുറയാതെ ഞാൻ എന്താന്ന് ചോദിച്ചു 4 വഴക്ക് പറയുന്നു, തീർന്നു. പോയി കിടന്നുറങ്ങണ്ട, നാളെ രാവിലെ നേരത്തെ എണീക്കണ്ടേ. നാളെ അവനാണ് അടുത്ത ഭർത്താവ്. ഇനി ഈ അച്ഛനെയും അമ്മയും വളർത്തിയത് അവരുടെ പേരൻസ് ആയ ഒരു ന്യൂക്ലിയർ ഫാമിലിയിലാണ്. ഇവർ ഈ വഴിക്കാ വന്നിരിക്കുന്നത്. അവർക്കതേ അറിയാവുള്ളൂ, അവരതാ കണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അതിൽ രണ്ടിൽ ആരുടെയെങ്കിലും ഒരാളുടെ അച്ഛനും അമ്മയും പിരിഞ്ഞു പോയിട്ടുള്ളവരായിരിക്കാം, നേരത്തെ മരിച്ചു പോയവരായിരിക്കാം. ആ ഒരു പേരന്റിങ്ങിന്റെ സുഖവും അതിന്റെ ഒരു ഇഴയെടുപ്പവും അറിഞ്ഞിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരെങ്ങനെ താഴോട്ട് കൊടുക്കുന്നത്?